ഇന്ന് നമ്മൾ ഒരു 2-3 ചെടികൾ നടാണ്. ഇന്നലെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകണ വഴിക്ക് എനിക്ക് കിട്ടിയ 2 ചെടികളാട്ടോ. ഒരെണ്ണം പെറ്റൂണിയ, മുമ്പ് നമ്മുടെ കയ്യിൽ നിറച്ചുണ്ടായതായിരുന്നു, ഇപ്പോൾ ഒറ്റ എണ്ണമില്ല. അപ്പോൾ നമ്മളത് കുറച്ച്, എനിക്കത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എല്ലാ വീട്ടിലും ഇങ്ങനെ തൂങ്ങിക്കിടക്കാണെന്ന് മേടിക്കണമെന്ന് എനിക്ക് ഭയങ്കര കൊതിയാണ്. പക്ഷെ അറിയാത്ത വീടുകളിൽ ചെന്ന് മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ കയറി കോളിംഗ് ബെല്ലടിച്ച് ആ ചേച്ചിയോട് വാങ്ങിച്ചതാണ് ഈ പെറ്റൂണിയ. ഇത് പിടിക്കുമോയെന്ന് അറിയില്ല. ആ ചേച്ചി എന്നെ സംശയം പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത് ഇത്തിരി മൂത്ത് തണ്ടാണ്, അതിൻ്റെ ഇളം തണ്ട് നട്ടാലേ പിടിക്കുള്ളൂ. എന്നാലും ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ അതേപോലെ ഇത് 2 കാന്താരിമുളകിൻ്റെ തൈ കേട്ടോ. അതും ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് മേടിച്ചു വന്നതാണ്. എനിക്ക് അവിടെ ആദ്യം ഒരു ഭയങ്കര ചെടിയുടെ ഭ്രാന്തായിരുന്നു. ഇപ്പം കുറച്ചാളായിട്ട് ചെടി ഭ്രാന്ത് കുറഞ്ഞതാണ്. ഇപ്പം പിന്നെയും തുടങ്ങിയേക്കാം കേട്ടോ. നിറച്ചും ചട്ടികളുണ്ട്, വീട് നിറച്ചും ചട്ടികളാണ്. ഇനി കുറേ ചട്ടികൾ കാലിയായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് അതിലെല്ലാത്തിനും ഇനി നട്ട് തുടങ്ങണം. ഇനി പഴയ പോലെ തന്നെ ആക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇത് കാന്താരി മുളകാണ്. അപ്പോൾ ഞാൻ ഇത് 2 ചട്ടിയിലായിട്ടാണ് നടന്നത്. പിന്നെ ഇത് ഈ ഒരു ഫ്ലവർ ആയിട്ടോ, നമ്മൾ മറ്റേ ശവന്നാറി എന്ന് പറയുന്ന പൂവില്ലേ, അതിൻ്റെ വെറൈറ്റി, ഹൈബ്രിഡ് വെറൈറ്റികളാണ്. 2 കളേഴ്സാണ് ഉള്ളത്. പിന്നെ ഒരു അഡീനിയം, അത് ഞാൻ ഇവിടെ തന്നിരുന്ന അഡീനിയം പ്രൂൺ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും നടാം. ഇത്രയാണ് ഇന്ന് നമുക്ക് നടാൻ പോണം. അപ്പോൾ ഓക്കെ, തുടങ്ങാം. അത് ഈ ചെടികളാണ്. മണ്ണിലിപ്പോൾ ഞാൻ ചകിരിച്ചോറും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണാട്ടോ. അപ്പോൾ ഉണ്ണി ആ ചെറിയ ചട്ടിയൊക്കെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നത്, അതിൻ്റെയൊക്കെ നിറമൊക്കെ പോയിട്ടോ. എന്നാലും കുഴപ്പമില്ല. മൂന്ന് ചട്ടിയിലാണ് ചെറിയ ചെടി നടന്നത്. പിന്നെ ഞാൻ ഇതിൽ വലിയ ചട്ടിയിൽ നമ്മുടെ കാന്താരി മുളക് നടാമെന്ന് വെച്ചു. താഴെ നടന്നതാണ് നല്ലത്. പക്ഷെ എനിക്ക് താഴെ നട്ട അത്ര ഒരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ചട്ടിയിൽ. ഓക്കെ, നിറച്ചും മണ്ണിടണ്ട കേട്ടോ. എന്ത് നമ്മൾ ചട്ടി നിറച്ചും മണ്ണിടേണ്ട ആവശ്യമില്ല. കാരണം ഇനിയേ നമുക്ക് അതിൽ വളം ഒക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അത്രയും മണ്ണിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് അടീനെ നടാനായിട്ട് ഒരു ചട്ടിയിൽ കൂടി നോക്കാം. നമുക്ക് പറിച്ച് നടാനുള്ളതാണ്, ജസ്റ്റ് ഒന്ന് മുളപ്പിക്കാൻ വേണ്ടി മാത്രം. അതിനായിട്ട് ശരിക്കും പറഞ്ഞാൽ വേപ്പിനുണ്ടാക്കിയിട്ട് നമ്മുടെ മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നടാട്ടോ. ആദ്യം കാന്താരി മുളകിൻ്റെ തൈ ഇടാം. ഈ അറ്റത്തുള്ള 2 ഇലകൾ വേണ്ട കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ പെറ്റൂണിയ. ഇതെനിക്ക് വളരെ സംശയമാണ് പിടിക്കുമെന്ന്. എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കട്ടെ പിടിക്കുമെന്ന്. 3 കൂടി ഞാൻ ഒരുമിച്ചായിട്ട് വെക്കുന്നത്. അടുത്തത് നമ്മുടെ അഡീനിയ കേട്ടോ. ഇതിന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ ഇത്രയും ചെടികളാണ് ഇന്ന് നട്ടത്.